അതിൽ ബോഗീസ് എന്ന് പേരുള്ള ആള് കോഴി ഫാമാണ് അയാൾക്കുള്ളത്. ഹി കെപ്റ്റ് തൗസൻഡ്സ് ഓഫ് ചിക്കൻസ്. അയാളെ കീഴിൽ ആയിരക്കണക്കിന് കോഴികൾ അവിടെ വളർത്തുന്നുണ്ട്. ഹി വാസ് ഇനോമസ്ലി ഫാറ്റ്. കാണാൻ കുറച്ച് തടിച്ചു കൊഴുത്ത ഒരാളാണ്. ദിസ് വാസ് ബിക്കോസ് ഹി എയ്റ്റ് 3 ബോയിൽഡ് ചിക്കൻസ്. എന്താ ഇയാൾ ഇങ്ങനെ തടിച്ചു കൊഴുക്കാൻ കാരണം? ഡെയിലി ഈ ഹേറ്റ് ബോയിൽഡ് ചിക്കൻസ്, 3 ബോയിൽഡ് ചിക്കൻസ്. ദിവസവും അയാൾക്ക് 3 പുഴുങ്ങിയ കോഴി വേണം. അതെങ്ങനെ അയാൾ കഴിക്കുക? സ്മദേർഡ് വിത്ത് ഡംപ്ലിങ്സ്. അരിയോ ഗോതമ്പൊക്കെ ഉപയോഗിച്ചുള്ള മാവില് ഈ കോഴിനെ വേവിച്ചെടുത്തിട്ട് ആ ഇറച്ചി കഷ്ണങ്ങളാക്കി ഈ മാവിൽ പൊതിഞ്ഞ്, അതാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആ മാവ് വേവിച്ച് അതാണ് അയാൾ എന്ത് ചെയ്യുന്നത് 3 നേരവും കഴിക്കുന്നത്. അതാണ് ഇയാളുടെ ഈ തടിക്കൊക്കെ കാരണം. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും സപ്പറിനൊക്കെ ഇതാണ് അയാൾ കഴിക്കുക. ഇനി രണ്ടാമത്തെ ആൾ ബൻസ്. മിസ്റ്റർ ബൻസ് വാസ് എ ഡക്ക് ആൻഡ് ഗൂസ് ഫാർമർ. അതിൽ രണ്ടാമത്തെ ആളായ ബൻസ് താറാവുകളും അതുപോലെ തന്നെ അരണ്യങ്ങളുമാണ് അയാൾ വളർത്തിയിരുന്നത്. ഹി കെപ്റ്റ് തൗസൻഡ്സ് ഓഫ് ഡക്ക് ആൻഡ് ഗീസ്. അയാൾക്കും ആയിരക്കണക്കിന് താറാവുകളും അതുപോലെ തന്നെ അരയന്നങ്ങളും. ഹി വാസ് എ കൈൻഡ് ഓഫ് പോട്ട് ബെല്ലീഡ് ഡാർഫ്. അയാളെ കാണാന് ഡാർഫ് എന്ന് പറഞ്ഞാല് കുള്ളൻ, വയറൊക്കെ ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള കുള്ളനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മിസ്റ്റർ ബെൻസ്. He was so short, his chin would have been underwater in the shallow end of any swimming pool in the world. ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അയാളുടെ ചിന്ന് വരെ, അയാളുടെ താടി വരെ എന്ത് ചെയ്യും, വെള്ളത്തിനടിയിലാവും. അത്രയും കുള്ളനായിട്ടുള്ള ഒരാൾ. ഹിസ് ഫുഡ് വാസ് ഡോനറ്റ്സ് ആൻഡ് ഗൂസ് ലിവർ. അയാൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണം ഡോനറ്റ്സും അതേപോലെ തന്നെ ഈ താറാവിൻ്റെയും അരയന്നങ്ങളുടെയൊക്കെ ലിവറുമാണ്. അതെങ്ങനെയാണ് കഴിക്കുക? ഹി മാഷ്ഡ് ദ ലിവർ ഇൻ ടു എ ഡിസ്ഗസ്റ്റിംഗ് പേസ്റ്റ് ആൻഡ് ദെൻ സ്റ്റഫ്ഡ് ദ പേസ്റ്റ് ഇൻ ടു ദി ഡോനറ്റ്സ്. വളരെ അറപ്പുളവാക്കുന്ന രൂപത്തിൽ ആ ലിവറിനെ ചതച്ചരച്ചിട്ട് എന്ത് ചെയ്യും, അത് ഈ ഡോനറ്റ്സിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറ്, അയാൾ കഴിക്കാറ്. This diet gave